കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടായിരുന്നത് ചൈനയിലെ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുകയും അത് ലോകത്തിൽ പല ഭാഗത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു നഗരത്തിലായിരുന്നു. ഇന്ന് നമ്മൾ ചൈനയിലെ പ്രത്യേകതരം മാളുകൾ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല മഴയായിരുന്നു, നല്ല കാലാവസ്ഥ. ടാക്സിയിൽ നേരെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനാണ് വന്നത്. ഇവിടെ മെട്രോ സ്റ്റേഷൻസ് ഒന്നുമില്ല, ആകെയുള്ളത് ബുള്ളറ്റ് ട്രെയിൻസാണ്. ചെറിയ നഗരമായതുകൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ അവിടെ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഗ്വാങ്ജൂവിലേക്കാണ് പോകുന്നത്. ഒരു എയർപോർട്ടിലൊക്കെ കാണുന്ന സിസ്റ്റമാണ് ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും അതുപോലെ മിക്കവാറും എല്ലാ സ്റ്റേഷൻസിനുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ളവർ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് കയറാനുള്ളവർ കയറത്തുള്ളൂ. ചൈനയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇവിടെ എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയ ആ ഒരു ഫീലാണ് ഇവിടെ ഏത് നഗരത്തിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ട് പോലും വളരെ ക്ലീനും ഭയങ്കര അച്ചടക്കമുള്ള ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യാത്ര കണ്ടിന്യൂ ചെയ്തു ട്രെയിനിൽ നിന്ന്. അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്ന കാഴ്ചകൾ. പുഴകളുണ്ട്, കുളങ്ങളുണ്ട്, ഒരുപാട് പാടങ്ങളുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചത്, ചൈനക്കാർക്ക് ഒരു ചെറിയ ലാൻഡ് പോലും വെറുതെ ഇടുന്നത് ഇഷ്ടമല്ല. വർഷത്തിൽ 365 ദിവസവും ഇവർ കൃഷി ചെയ്യും. അതിപ്പോൾ പാലത്തിൻ്റെ അടിയിലാണെങ്കിലും ആ സ്ഥലം ഇവർ താൽക്കാലികമായിട്ട് ലീസിനെടുത്ത് അവിടെയും ഇവർ കൃഷി ഇറക്കും. അത് വേസ്റ്റേജ് എന്നൊരു ഓപ്ഷൻ ഇവരെ മുന്നിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തും. ഒരുപാട് പൂന്തോട്ടങ്ങളും മറ്റും ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ ഈ കുളങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് മത്സ്യകൃഷികളും നടത്തുന്നുണ്ട്. ഒട്ടും ബോറടിക്കാത്ത ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര. ചൈനയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇവിടെ റെയിൽവേ പാലമുണ്ട്, അതേപോലെ ഓവർ ബ്രിഡ്ജുകളുണ്ട്, പിന്നെ താഴെ കുളമുണ്ട്, പുഴയുണ്ട്, കൃഷിപ്പാടങ്ങളുണ്ട്. പാലങ്ങൾ പലതും 2, 3, 4 ലെയേഴ്സാണ്. ഇത് സിറ്റിയിൽ നിന്ന് വലിയ ദൂരം ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഗ്വാങ്ജൂ എന്ന പ്രധാനപ്പെട്ട സിറ്റിയിൽ നിന്നും വലിയ ദൂരം ഇല്ലാതെയാണ് ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് ഗ്വാങ്ജൂവിലെ പ്രധാനപ്പെട്ട ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ. ഇനി നമ്മൾ ഇവിടുന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട മാളുകൾ, അതായത് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് വരുന്ന മാളുകൾ, അവർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന മാളുകൾ. ആ മാളുകളുടെ പ്രത്യേകതയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പറയുകയാണെങ്കിൽ ഒരു എയർപോർട്ടിൽ ഉണ്ടാകുന്ന ഫെസിലിറ്റി
ഫെസിലിറ്റിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിനുള്ള ആ ഒരു എയർപോർട്ടിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നത്. നഗരത്തിലേക്കാൾ കൂടുതൽ പ്രോഡക്റ്റ് സ്പെസിഫിക് മാൾ അതായത് ഗ്വാങ്ജൂവിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഗ്വാങ്ജൂവിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാമായിട്ടാണ് ഈ മാളുകൾ സ്പ്രെഡായി കിടക്കുന്നത്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെയറുകളിൽ ചിലത് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അതായത് ക്യാൻറ്റൺ ഫെയർ പോലുള്ള ഫെയറുകൾ. ഈ ക്യാൻറ്റൺ ഫെയറിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് സ്പെസിഫിക് മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളാണ്. അതായത് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് വന്നത്, അതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമായിട്ടുള്ള മാളുണ്ടാവും. അതല്ല നിങ്ങൾക്ക് മൊബൈൽ കേസാണോ വേണ്ടത് അല്ലെങ്കിൽ മൊബൈൽ ആക്സസറീസ് ആണോ വേണ്ടത്, അതിന് മാത്രമായിട്ടുള്ള മാളുകൾ. നിങ്ങൾക്ക് അതെല്ലാം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണോ, ഫുഡ് ഐറ്റംസ് ആണോ, അതല്ല നിങ്ങൾക്ക് പ്ലംബിംഗ് ആണോ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണോ, എന്തോ ആയിക്കോട്ടെ, ഈവൻ വണ്ടികൾക്ക് മാത്രമായിട്ടുള്ള മാളുകൾ ചൈനയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചൈനയിലെ പല ഭാഗങ്ങളും കറങ്ങി നടക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ട സാധനം ഈ മാളിൽ പോയാൽ കിട്ടും. ഈ മാളുകളിൽ ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റാളുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ സ്റ്റാളുകളിൽ നേരിട്ടും അല്ലാണ്ടുമാണ് പല കമ്പനികളും റൺ ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫാക്ടറി വിസിറ്റൊക്കെ ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ നേരിട്ട് കാണാനും സാധിക്കും. ഇൻഫാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കംപ്ലീറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു നഗരം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ക്യാൻറ്റൺ ഫെയറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അത്യാവശ്യം നല്ല ബിസിയുള്ള ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടോപ്പ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ, അത് വാച്ച്, ഷൂസ്, ഫോണ്, അങ്ങനെ പലതും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും അല്ലാണ്ടും പർച്ചേസ് ചെയ്യാം. ആദ്യമായിട്ട് പോകുന്നവർക്ക് എപ്പോഴും ഒരു ഗൈഡിൻ്റെ ഹെൽപ്പ് നന്നായിരിക്കും. പിന്നെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മിക്കവാറും എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. അതല്ലാത്തവർക്ക് അവരുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ വഴി അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ചൈനീസ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.